ഞാൻ ഊണ് കഴിഞ്ഞിട്ട് ഉറങ്ങി. ഇപ്പോൾ കുളി കഴിഞ്ഞിട്ട് എനിക്ക് വന്നതാണേ. അപ്പോൾ ഇവിടെ പിന്നെ ഇപ്പോൾ ക്ലാസ് എടുത്ത കാര്യമൊക്കെ ഇനിയിപ്പോൾ കാസറ്റിൽ കേൾക്കേണ്ടി വരും, അല്ലെങ്കിൽ അടുത്തിരുന്ന് ആരോടെങ്കിലുമൊക്കെ ചോദിക്കാം എന്ന് പറയണം. എനിക്ക് കുർബാനയുടെ സമയത്തേ എപ്പോൾ കുർബാന നടത്തിയാലും ഞാൻ ഏറ്റവും അത്യാവശ്യമായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു വ്യക്തിനെ ഇങ്ങനെ സമർപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോഴൊക്കെ ഇങ്ങനെ ഈ കരുവാൻ്റെ ഉല തീയെ മറ്റേ ഇരുമ്പ് വെച്ചിട്ടിങ്ങനെ പഴിപ്പിച്ചിട്ട് ഇങ്ങനെ നല്ല അടിയാണ് കരുവാൻ. അടിച്ചിങ്ങനെ മറച്ച് വെച്ചിട്ട് ഇങ്ങനെ അടിച്ച് ശരിയാക്കി പാകപ്പെടുത്തി എടുക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സഹനങ്ങളൊക്കെ എനിക്ക് കർത്താവ് തന്നിട്ടുള്ളതാണ്, അപ്പോൾ അതൊക്കെ സ്വീകരിക്കേണ്ടതാണെന്നുള്ളത്. പക്ഷേ എത്ര സഹനങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ വരികയായാലും എനിക്ക് ഉറക്കത്തിനൊരു ബുദ്ധിമുട്ടുമില്ല, ഒരു വിഷമവും ഒരു സങ്കടവും ഇല്ലാത്തൊരു സ്വഭാവം ഈ കർത്താവിലേക്ക് വന്നതിന് ശേഷമാണ്. പഴയ നിയമത്തെക്കുറിച്ചൊന്നും എനിക്ക് ഒന്നും അറിയില്ല. കാരണം പഴയ നിയമത്തിൻ്റെ സമയത്തൊന്നും ഞാൻ യേശുവായിട്ടൊരു ബന്ധമില്ല, ബൈബിളായിട്ടൊരു ബന്ധമില്ല, പള്ളിയിലേക്കും പോവില്ല. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ധമായിട്ടുള്ള വിശ്വാസമാണ് കർത്താവിലും മാതാവിലൊക്കെ. നിയമപരമായിട്ട് എനിക്ക് ഒന്നും അറിയില്ല, ബൈബിളും അറിയില്ല, യാതൊന്നും അറിയില്ല. പക്ഷേ ഇതുവരെ 97 മുതൽ ആദ്യമായിട്ട് തോമസ് ബ്രദറിൻ്റെ ധ്യാനം കൂടിയതിന് ശേഷം എനിക്ക് ഒരു കാര്യത്തിനും ഈ നേരം വരെ ഒരു ബുദ്ധിമുട്ടും വരുത്തിയിട്ടില്ല. സഹനങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എനിക്കൊരു കാര്യം പറയേണ്ട താമസമുള്ളൂ. ബ്രദർ ഇവിടെ ഇരുന്നിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്കാണെങ്കിൽ ഒരു ഡയറിയിൽ എഴുതിയ കഴിയില്ല, അത്രയ്ക്കധികം കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഈ ചെറിയ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ 97 തോമസ് ബ്രദറിൻ്റെ വിശദീകരണ ആ വ്യക്തിപരമായ പ്രാർത്ഥനയിലേ അതൊരു നിസ്സാര കാര്യം എന്നല്ല കേട്ടത്. അതൊക്കെ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുക, എൻ്റെ മുറിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാനിങ്ങനെ ഉയർന്ന് പൊന്തി വരുന്നൊരു സാഹചര്യമാണ് എനിക്ക് അനുഭവപ്പെടാറ്. മെല്ലെ നിലത്തുനിന്ന് പൊന്തും, എന്നിട്ട് ഞാൻ തപ്പി നോക്കും നിലത്തുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ വ്യക്തിപരമായി ഇപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളൊക്കെ കേട്ടു, നമ്മൾ വീട്ടിലേക്ക് പോയി നമ്മുടെ കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ അതൊക്കെ അടിയിലേക്ക് പോകും. അപ്പോൾ വ്യക്തിപരമായ പ്രാർത്ഥന നിർബന്ധമായിട്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ ഈ വ്യക്തിപരമായ പ്രാർത്ഥന നമ്മൾ സ്ഥിരമായിട്ട് ചെല്ലണം. ക്രിസ്തുവിനെ കുറിച്ച് നടക്കുന്ന വഴിയിലും ജോലി ചെയ്യുമ്പോഴൊക്കെ ഓർമ്മയിലുണ്ടെങ്കിൽ ഞാൻ പറയണു ഉറപ്പായിട്ട് നമ്മൾ സ്വർഗത്തിലേക്ക് പോകും. അത് ഉറപ്പാണ്, ഗ്യാരണ്ടിയാണ്, എൻ്റെ അനുഭവം വെച്ച് പറയാണ്. പ്രൈസ് ദി ലോർഡ്.